MLA-മാരും MP-മാരും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഫെബ്രുവരി 8 ഡൽഹി സമരം വളരെയേറെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒന്നായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളുടെ തന്നെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെഡറലിസത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കേരളത്തിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ രാജ്യം മുഴുവൻ എത്തിക്കുന്നതിനും ഈ സമരപരിപാടിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേന്ദ്ര സർക്കാർ BJP ഇതര സർക്കാരുകളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം രാജ്യം മുഴുവൻ അറിയിക്കുന്നതിന് ഈ സമര രീതിയിലൂടെ കഴിയുകയുണ്ടായി. ഇടതുപക്ഷം ഉയർത്തുന്ന ഫെഡറലിസത്തിനു വേണ്ടിയുള്ള സമരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. അത്തരത്തിലൊന്നായിട്ട് മാറി ഈ സംഭവം. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിലപാട് ആദ്യം മുതലേ ഇടതുപക്ഷം സ്വീകരിച്ചത്. എന്നാൽ BJP സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ UDF-കാർ നിരവധിയായ സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഈ നിലപാടിൻ്റെ പാപ്പരത്വം തുറന്നു കാണിക്കുന്നതാണ് 7-ാം തീയതി കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം. കർണാടകയുടെ സമരം വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനത്തെ തടയാൻ BJP-യുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധം എന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വസ്തുതാപരമാണെന്നും ആണ് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിലെ പാപ്പരത്വമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ദേശീയ തലത്തിൽ BJP വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ പൊതുവേദിയുടെ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് ഒരു ദേശീയ പ്രശ്നമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഒരു സമരപരിപാടി കർണാടകയുടെ മാത്രമായി ചുരുക്കി എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ പരിമിതി. അത് കേരളത്തിൻ്റെ തന്നെ പിടിവാശി മൂലമുണ്ടായ ഒന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP-യേതര മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളുടെയും പങ്കാളിത്തം കൂടി കർണാടക പ്രശ്നത്തിൻ്റെ മേലെ മന്ത്രിസഭയും മന്ത്രിമാരും നടത്തിയിട്ടുള്ള ആ സമരം ആ തരത്തിലേക്ക് ഉയർന്നുവെങ്കിൽ ഒരു സംശയമില്ല, ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ BJP-യേതര ഗവൺമെൻറ്റുകളുടെ മുഖ്യമന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് കേരളത്തിൻ്റെ പിടിവാശി മൂലമാണെന്നാണ് അറിയുന്നത്. കാരണം 8-ാം തീയതി നടക്കാൻ പോകുന്ന CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും മറ്റുള്ളവരും പങ്കെടുക്കുന്ന ആ സമരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ്. അതിൻ്റെ ഫലം എന്താ?
BJP ഏതര ഗവൺമെൻറ്റുകളെയും അതിൻ്റെ നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കളെ കൂടി BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ കർണാടകത്തിൻ്റെ സമരം തന്നെ ഒരു ശ്രദ്ധേയമായ സമരമായിട്ട് മാറുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള സമരം ഡൽഹി മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായ ജമ്മു ആൻഡ് കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള, അതുപോലെയുള്ള പ്രമുഖരായ നേതാക്കൾ ആ സമരത്തിൽ പങ്കെടുത്ത് DMK-യുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട IT വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കപിൽ സിബിൽ അല്ലേ, കപിൽ സിബിൽ ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നത് വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് ദേശീയ രാഷ്ട്രീയം BJP ഏതര ഗവൺമെൻറ്റുകളോട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഏകപക്ഷീയമായ നിലപാടിനും ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെയും കാണുന്നത്, വിലയിരുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭമാകുമ്പോൾ വീണ്ടും ചില പത്രങ്ങളും മാധ്യമങ്ങളും സഖാവ് പിണറായി വിജയൻ്റെ പേര് വലിച്ചഴച്ച് അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട എക്സലോജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് ആദ്യം തന്നെ വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ എക്സലോജി കമ്പനിയും CMRL കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ കരാറും ആ കരാറിൻ്റെ ഭാഗമായിട്ട് 2-3 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തികമായ ഇടപാടുകളുമെല്ലാം നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുതന്നെ വിവിധ രീതിയിൽ ഇപ്പോൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ BJP ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇവിടെ BJP-യുടെ വക്താവായിട്ട് പിന്നീട് മാറി നമുക്കെല്ലാം മനസ്സിലായി. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് വിജിലൻസ് കോടതി മുഖേന മൂവാറ്റുപുഴയിൽ ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തു. കോടതി ആ കേസ് തള്ളി. അപ്പോൾ വളരെ വ്യക്തമായി അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നു. ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ SFIO അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി മന്ത്രാലയത്തിന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കത്ത് കൊടുത്തു. എല്ലാം കൃത്യമായ അജണ്ടയാണ്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210, 211 വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം. ഇത് കോടതി 2024 ഫെബ്രുവരി 12 പരിഗണിക്കാനിരിക്കുകയാണ് ഹൈക്കോടതി. BJP-യുടെ രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവും. 2024 ജനുവരി 31 ഷോൺ ജോർജും PC ജോർജും ഡൽഹിയിൽ വെച്ച് BJP-യിൽ ചേരുകയാണ്. അന്ന് വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത്.
രണ്ടും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിൽ BJPയിൽ ചേർന്ന ഉടൻ തന്നെ അന്വേഷണം നടത്തുക എന്ന രീതി വ്യക്തമാക്കുന്നത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാണ്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്നത്. ഇനി SFIO എന്ന് പറയുന്നത് അവരുടെ കമ്പനി നിയമം അനുസരിച്ച് 210(1) ഈ പ്രകാരമാണ് അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. SFIO എന്ന് പറയുന്നത് കമ്പനി ആക്ടിലെ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഏജൻസിയാണ്. അപ്പോൾ ഇത് വാർത്ത സൃഷ്ടിച്ച് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പൂർണ്ണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങളിതിനെ എതിർക്കും, നിയമപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയും തിരക്കഥയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തി വരുന്നു എന്നാണ്. നടത്തി കഴിഞ്ഞു എന്നല്ല, ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇനി ഇലക്ഷൻ വരുന്നത് വരെ 2-3 മാസം എന്തെല്ലാം കഥകളാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നത്, ഇതുമാത്രമല്ല നിരവധി മേഖല വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അപവാദ കള്ള പ്രചരണത്തെയും ഫലപ്രദമായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് CPIM ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയെ ചിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടാണ് യഥാർത്ഥത്തിൽ BJPയുടെ അജണ്ട പോലെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെ എല്ലാം ചേർത്തുകൊണ്ട് ഈ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ കേസുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതും BJPയിലേക്ക് ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാവുക എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ KSIDCയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണത്തിലും അതൊരു പ്രത്യേക വ്യവസായ സംരംഭകരെ സഹായിക്കത്തക്ക രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്ന കേരള വ്യവസായ വികസന കോർപ്പറേഷൻ 13.41% ഓഹരി പങ്കാളിത്തമുണ്ടെന്ന കാര്യമാണ് ഇവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് തന്നെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 40ഓളം സ്ഥാപനങ്ങളിൽ ഇത്തരം നിക്ഷേപങ്ങൾ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. അതിലും വലിയ രീതിയിലുള്ള ലാഭവിഹിതം അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിക്ഷേപം നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലോ ദൈനംദിന കാര്യങ്ങളിലോ സർക്കാരിന് യാതൊരു ബന്ധവും ഉണ്ടാവേണ്ട കാര്യമില്ല. വസ്തുത ഇങ്ങനെയായിരിക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കള്ളപ്രചാരവേല സംഘടിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ കണക്കിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും പരിശോധിക്കുന്നില്ല. അതിലെ ആ പണം കൈപ്പറ്റിയവരെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ട് UDF നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ ടെമ്പിൾ എക്സ്പെൻസിൻ്റെ ഭാഗമായിട്ട് 17.47 കോടി പറയുന്നുണ്ട്. മറ്റ് വിവിധ കണക്കുകൾ പറഞ്ഞിട്ട് 73.38 കോടിയെ സംബന്ധിച്ചുള്ള പരാമർശത്തെപ്പറ്റി ഇവരാരും ഒരു തരത്തിലുള്ള കാര്യങ്ങളും വിശദീകരിക്കാതെ 1.72 കോടിയുടെ പേരും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എങ്ങനെയാണ് ഈ കാര്യം എത്തിക്കുക എന്നുള്ള ചർച്ച കുറേ മാസമായിട്ട് മുമ്പും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇത് കുറേയും കൂടി ശക്തിയായിട്ട് വരുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും തന്നെ ഇത് കാര്യം തുറന്നു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു അജണ്ടയായിട്ടാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ UDFും ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായി BJP എടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലപാടുകളിൽ ഒന്ന്
നിലവിലുള്ള BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളെ അസ്ഥിരീകരിക്കുക, കാലുമാറ്റം നടത്തി ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാറിനെ പോലുള്ളവരെ ഒപ്പം നിർത്തി. ഇന്നാണിപ്പോൾ അതിൻ്റെ വിശ്വാസ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പിടിവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വാർത്താമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരാളെയും എങ്ങനെയാണ് ശേഖരിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഹിന്ദി ബെൽറ്റിൽ ഇപ്പോൾ മധ്യപ്രദേശിലെ വളരെ പ്രമുഖനായ BJPയുടെ പക്ഷത്തേക്ക് നീങ്ങുന്നു എന്നുള്ള ഇന്നത്തെ വാർത്ത കമൽനാഥുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഉന്നതനായ നേതാവ്, കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള നേതാവിനെ രാജ്യസഭാ സീറ്റും മകൻ്റെ മന്ത്രിസ്ഥാനവും എല്ലാം വെച്ച് കോൺഗ്രസിനോട് വിട പറഞ്ഞ് BJPയിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്ത ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് BJPയുടെ ഉൾഭയമാണ്. BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാനിടയില്ല എന്ന കൃത്യമായ ധാരണയിൽ നിന്നാണ് അവയിപ്പോഴും കോടിക്കണക്കിന് ഉറുപ്പിക ഇലക്ട്രോറൽ ബോണ്ട് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക അവരുടെ കയ്യിലുണ്ട്. ആ പണവും മറ്റു പ്രലോഭനങ്ങളും എല്ലാം ചേർത്ത് മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, കാലുമാറ്റാൻ ശ്രമിക്കുക, വ്യക്തികളെ അവരുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങളെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച കേരളത്തിൽ പ്രേമേന്ദ്രൻ്റെ പ്രധാനമന്ത്രിയുടെ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വേണം അതിനെ കാണാൻ. ഓരോ പാർട്ടിയെയും, ഓരോ പാർട്ടിയുടെ വക്താക്കളെയും, ഓരോ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരെയും എല്ലാം പിടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രേമേന്ദ്രനെ ഒരു വിരുന്ന് പങ്കാളിയാക്കാൻ കോൺഗ്രസിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ ആരെയും അതിൻ്റെ ഭാഗമായിട്ട് ക്ഷണിക്കാതെ പ്രേമേന്ദ്രനെ മാത്രം ക്ഷണിക്കുകയാണ്. ബാക്കിയുള്ളവരെ ക്ഷണിച്ചതെല്ലാം BJPയോടൊപ്പം നിൽക്കുന്ന സഖ്യവിഭാഗങ്ങളെയാണ്. അതിൽ നിന്ന് വിഭിന്നമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, അത് പ്രേമേന്ദ്രനെ മാത്രമാണ്. അപ്പോൾ അതിൽ പ്രേമേന്ദ്രൻ അതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുള്ളത് ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കുന്ന സംസ്കാരമില്ലായ്മയൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. എന്നാൽ തിരിച്ച് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, മുഖ്യമന്ത്രി ക്രിസ്മസ് വിരുന്ന് ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്നത് ഏത് സാംസ്കാരിക അവബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? കൃത്യമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോൾ അന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള കേരളത്തിലെ പ്രത്യേകിച്ച് ക്രിസ്മസ് ആശംസകളൊക്കെ നേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കുക ചെയ്തത്. ഈ ബഹിഷ്കരിച്ചത് ഏത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് UDFൻ്റെ നേതാവ് എന്ന് ഇപ്പോൾ പറയുന്ന പ്രേമേന്ദ്രന് മറുപടി പറയാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് മറുപടി പറയാൻ UDFന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഭിപ്രായം ഇതിനനുകൂലമായിട്ടാണ്. എന്നാൽ കോൺഗ്രസിലും UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോഴും തന്നെ പുറത്തു വന്നിട്ടുണ്ട്. KC വേണുഗോപാലനെ ഞാൻ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് അല്ല പറയുന്നത്, അത് അദ്ദേഹം കേരളത്തിൻ്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹം ഒഴിച്ചുള്ള അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നറിയുന്നത് താല്പര്യമുള്ളതാണ്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിൽ വേണം അതിനെ കാണാൻ. തെരഞ്ഞെടുപ്പ് അടുത്ത സന്ദർഭത്തിൽ BJP വിവിധ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും പാട്ടിലാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തികളെ
എങ്ങനെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ അഖിലേന്ത്യാ നേതൃത്വവും ഇവിടെയുള്ള സാധാരണ കോൺഗ്രസ്സുകാരും വിലയിരുത്തുന്നത് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, ഇപ്പോഴിങ്ങനെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാലത്തും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തുമ്പോൾ അന്ന് ആദ്യം 1957 സഖാവ് EMSൻ്റെ ഗവൺമെൻറ് കാലത്ത് തന്നെ തുടങ്ങിയതാണ് എല്ലാ പിന്തിരിപ്പൻ ശക്തികളും വിദ്യാഭ്യാസ നയവുമായി ഈ 3 മേഖല ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഈ കേരളമാണ്. അപ്പോൾ എയ്ഡഡ് മേഖല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കേരളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അന്ന് മുതലേ മിഷണറിമാരും മറ്റ് വിവിധ മേഖലയിലുള്ള സ്വകാര്യ മാനേജ്മെൻറ്റ്, ആ മാനേജ്മെൻറ്റിൻ്റെ സ്വാശ്രയ വിദ്യാഭ്യാസം, അതായത് പ്രൈവറ്റ് മേഖല വരുന്നതിന് മുമ്പ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോട് ശമ്പളമെല്ലാം ഗവൺമെൻറ് കൊടുത്ത് മെയിൻ്റെനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ കൊടുത്ത് സ്വകാര്യ മേഖലയിൽ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു സംശയത്തിൻ്റെയും പ്രശ്നമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മേഖലയെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പത്രങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആഗോളവൽക്കരണ പശ്ചാത്തലത്തിൽ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റാണ്. അന്നാണ് പുതിയ വ്യവസായം, പുതിയ വിദ്യാഭ്യാസം, എല്ലാ തരത്തിലുള്ള പുതിയ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞത്. ആ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഉയർന്ന രൂപമാണ് ഇപ്പോഴും നാഷണൽ എഡ്യൂക്കേഷൻ, NEP. രണ്ടും NEP തന്നെ. മറ്റേത് ന്യൂ ആണ്, ഇത് നാഷണലാണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസീൻ്റെ പ്രത്യേകത എന്നാ? ഗവൺമെൻറ് മേഖലയെ ഇല്ലാതാക്കുക, പരിമിതിപ്പെടുത്തുക, എന്നിട്ട് സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുക. ഇതാണ് ഈ പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രാജീവ് ഗാന്ധി കൊണ്ടുവന്നത്. അതിന് പിന്തുണ നൽകിയവരാണ് കോൺഗ്രസ്, അതിൻ്റെ ഒപ്പം തന്നെയായിരുന്നു BJP, ഇപ്പോഴും അതെ. എന്നിട്ട് അന്ന് ഇതിനെ വാഴ്ത്തി വളരെ ശക്തിയായിട്ട് പിന്തുണ നൽകിയിട്ടുള്ള പത്രക്കാർ ഇപ്പോൾ ശക്തിയായിട്ട് എതിർത്ത് ഇവിടെ കേരളത്തിലെടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് എതിർക്കാൻ അവസരം കിട്ടുക എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെ വലിയ ചർച്ചയ്ക്ക് മുന്നോട്ടേക്ക് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഈ NEPയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലപാടാണ്. UGC ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വിദേശ സർവകലാശാല. എന്തായിരിക്കണം കേരളത്തിൻ്റെ നിലപാട്? വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നത് ചർച്ച ചെയ്യണം. അതൊന്നും അടച്ചു വെക്കുകയല്ല വേണ്ടേ, ഇന്ത്യൻ പോളിസിയാണ്. ഞാൻ ഒരു പത്രസമ്മേളനം ഞാൻ തന്നെ CPIMൻ്റെ നിലപാട് അതേപോലെ നടപ്പിലാക്കാനൊന്നും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് സാധിക്കുന്നതല്ല. ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമോ ജനാധിപത്യ വിപ്ലവം നടന്ന രാജ്യമല്ല. ഇത് തനി മുതലാളിത്ത സമൂഹമാണ്.
കുത്തക മുതലാളിത്തത്തിൻ്റെതാണ് അതിൻ്റെ മുൻകൈ. കോപ്പറേറ്റീവുകളുടെ മുൻകൈയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥക്ക്, ഇന്ത്യൻ ഭരണകൂട സംവിധാനത്തിന്. അത് ഫ്യൂഡലിസവുമായി ചേർന്നിട്ടാണ്, മൂലധന ശക്തികളുമായി ഒത്തൊരുമിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഇന്ത്യയിലുള്ളത്. അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളം. കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ടതില്ല, അതിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കെന്താ ചെയ്യാനാവുക? കേരളം എല്ലാ ഈച്ചകോപി പോലെ നടപ്പിലാക്കുകയല്ല വേണ്ടത്. കേരളത്തിന് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത സാധാരണ ജനങ്ങളോടാണ്, സമൂഹത്തോടാണ്, പ്രത്യേകിച്ച് പിന്നിൽ നിൽക്കുന്ന ജനതയോടാണ്. അപ്പോൾ ഞങ്ങളൊരു കാര്യം വിട്ടുവീഴ്ചയില്ലാതെ നടത്തണമെന്ന് കണ്ടു. ഒന്ന്, പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് ഊന്നൽ നൽകണം, അതിൽ വിട്ടുവീഴ്ചയില്ല. സുതാര്യമായിരിക്കണം, അതിലും വിട്ടുവീഴ്ചയില്ല. തുല്യതയും അതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാനാവണം. ഈ മൂന്ന് കാര്യവും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിക്കൊണ്ട് വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വിൽ എക്സാമിൻ എന്ന് പറഞ്ഞു വെച്ചത് എല്ലാവരുമായിട്ടുള്ള തുറന്ന ചർച്ച വേണമെന്ന് തന്നെയാണ്. നടപ്പിലാക്കുന്നല്ല പറഞ്ഞിട്ടുള്ളത്, പരിശോധിക്കാനാണ്. ആ പരിശോധന ഗവൺമെൻറ് ആഗ്രഹിക്കുന്നുണ്ട്. ആ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്, നടക്കണം എന്ന് തന്നെയാണ്. മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസും BJPയും എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിബദ്ധതയും സുതാര്യതയും തുല്യതയും, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഘട്ടം അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ, അതിന് മുൻകൈ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ പരിശോധനാത്മകമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് 2020 നേരത്തെ പറഞ്ഞ NEP-യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ ഇനിയും എങ്ങനെ സർഗാത്മകമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാം എന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയിൽ എവിടെയില്ലാതെ ഈ എയ്ഡിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു പ്രത്യേക സാഹചര്യവും പശ്ചാത്തലവും എല്ലാവർക്കും വ്യക്തതയുണ്ട് എന്ന് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ആ ആ അത് ഞങ്ങൾ ഇപ്പോഴും എതിർക്കാണ്. CPIM ഇപ്പോഴും എതിർക്ക് തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം, ഗവൺമെൻറ് വിദ്യാഭ്യാസ സംവിധാനമേ വേണ്ട, നിങ്ങൾ എന്തിനാണ് പൈസ ചിലവാക്കുന്നത്? സ്വകാര്യ മൂലധന നിക്ഷേപം വന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ എന്തിനാണ് ഗവൺമെൻറ് ആശുപത്രി തുടങ്ങുന്നത്? എന്തിനാണ് അത് തുടരുന്നത്? അതെല്ലാം പ്രൈവറ്റ് മേഖലയിൽ കൊടുത്താൽ പോരെ? ഇതാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതിന് ഞങ്ങൾ അന്നും എതിരാണ്, ഇന്നും എതിരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുതാര്യമായ അല്ലെങ്കിൽ അതേയോടൊപ്പം തന്നെ തുല്യതയും പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഇടവും കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അതിൻ്റെ അപ്പുറത്ത് ഏതിനെയും സ്വീകരിക്കാൻ പറ്റുള്ളൂ. വിദേശ CPIM എന്ന് പറയുന്ന പാർട്ടി വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള നിലപാടുകളെ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല, ഇന്നും അംഗീകരിച്ചില്ല, അന്നും അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ നിലപാടല്ല ഇവിടെ നടപ്പിലാക്കുന്നത് പ്രത്യേകം എഴുതിക്കോ. അല്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇതിനൊരു നിലപാടുണ്ട്, നയപരമായി. അതാ ഞാൻ പറഞ്ഞത്, ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചത്. ചർച്ച നടത്തട്ടെ, നിങ്ങളെല്ലാം കൂടി ചർച്ച നടത്ത്. നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും കൂടി ചേർന്ന ഒരു വിശദമായ ചർച്ച നടക്കട്ടെ. അതിലിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, അവരെല്ലാം പറയട്ടെ. നമ്മൾ ബഡ്ജറ്റിൽ എന്താ വന്നത്? വിൽ എക്സാമിൻ എന്നാണ്. പരിശോധിക്കണം. അല്ല, ഇതൊക്കെ നാടിൻ്റെ മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സ്വകാര്യ മൂലധനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതാണ്. നമ്മൾ സ്വകാര്യ മൂലധനത്തിനല്ല നമ്മൾ നൽകുന്നത്, പൊതുവിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ. ആ പൊതുവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു തുറന്ന ചർച്ച വരട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ വന്നിട്ടുണ്ട്, ഇനിയും തുടർച്ചയായിട്ട് വരട്ടെ. ഇപ്പം ഞങ്ങളിപ്പോൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇപ്പോൾ തന്നെ നാളെ തന്നെ അംഗീകാരം കൊടുക്കാനുള്ള നിലപാടൊന്നും സ്വീകരിക്കും.
ഞങ്ങളിത് ഇപ്പോൾ എന്തെല്ലാം കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ എക്കണോമിക് പോളിസി ആയാലും എഡ്യൂക്കേഷൻ പോളിസി ആയാലും എല്ലാം എതിർത്തുകൊണ്ടാണല്ലോ മുമ്പോട്ടേക്ക് പോകുന്നത്. അങ്ങനെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരള ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടിയിരുന്ന നിരവധിയായ തുകകൾ അത് വിവിധ തലങ്ങളിൽ നമുക്ക് ലഭിക്കാതിരിക്കുന്നു എന്നുള്ള പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അതാ കാര്യം. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ പറയണ്ട. ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊരു തർക്കത്തിനും പ്രശ്നമില്ല. ചോദിച്ചോ. നമ്മുടെ ഈ നയം കുറച്ച് ഒരു നിശാബ്ദമല്ല. ഈ പുതിയ കാലത്ത് ഇത്രയും നയം നമുക്കാണോ തെറ്റിയത്, പുറത്ത് നടപ്പാക്കലാണ്? ഞങ്ങൾക്ക് ഒരു നയവും തെറ്റിയിട്ടില്ല. ഗവൺമെൻറ് സംവിധാനം വേണ്ട, എല്ലാം സ്വകാര്യവൽക്കരിക്കണം എന്നതാണല്ലോ ആഗോളവൽക്കരണം. ഞങ്ങളുടെ നയം എന്താ? വളരെ ലളിതമാണ് നയം. എന്താണ്? ഗവൺമെൻറ് സംവിധാനം വേണ്ട എന്നല്ല, ഗവൺമെൻറ് സംവിധാനം വേണം. മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള എയ്ഡഡ് സംവിധാനം വേണം. അത് എയ്ഡഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മൂലധനം തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയത് 57 മുതലാണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും മേലെ കൃത്യതയോടുകൂടി സുതാര്യമായും തുല്യതയും അംഗീകരിച്ച് നേരത്തെ പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ നിർത്തി അതിൻ്റെ ഒപ്പം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ. ആഗോളവൽക്കരണത്തിൽ അമേരിക്ക പ്രശ്നം എന്തായിരുന്നു? അമേരിക്കയുടെ പ്രശ്നം കോവിഡ് വന്നപ്പോൾ ഗവൺമെൻറ് സംവിധാനം വേണ്ട. എന്തിനാണ് ഗവൺമെൻറ് ഡോക്ടർ, എന്തിനാണ് ഗവൺമെൻറ് ആശുപത്രി? എല്ലാം സ്വകാര്യം. നിങ്ങൾ ഇൻഷുറൻസ് എടുത്തോ, പ്രീമിയം അടക്ക്, ആജീവനാന്തം നിങ്ങൾക്ക് ചികിത്സയായി. അങ്ങനെ വന്നപ്പോഴാണ് കോവിഡ് വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചത് അമേരിക്കയിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് അവിടെയാണ്. കാരണം സ്വകാര്യമായിട്ട് ചികിത്സിക്കാനുള്ള സംവിധാനം എവിടെയാണ് ഏൽപ്പിക്കാൻ സാധിക്കുക? ലക്ഷക്കണക്കിന് ആൾക്ക് രോഗം പിടിപെട്ടാൽ കേരളമാണ് അതിന് മാതൃകയായിട്ട് അവർ തന്നെ കണ്ടത്, അമേരിക്ക തന്നെ കണ്ടത്. ഒരു രാജ്യമായിട്ടാണ് കേരളത്തെ അവർ അവതരിപ്പിച്ചത്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ആശുപത്രിയും വേണ്ട, ഡോക്ടറും വേണ്ട എന്ന് പറഞ്ഞവർക്ക് പലർക്കും, സ്വീഡൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് മാറ്റേണ്ടി വന്നു. ഞങ്ങളിവിടെ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ സ്വകാര്യ മേഖലയിൽ മൂലധന നിക്ഷേപമുണ്ട് വിദ്യാഭ്യാസത്തിന്. സാർവദേശീയ തലത്തിൽ ഇപ്പോഴും ഒരു അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് വെച്ചിട്ട് ഒരാളുടെയും അംഗീകാരമില്ലാതെ തന്നെ, കേരളത്തിൻ്റെ ഒരു അംഗീകാരം ഇല്ലാതെ തന്നെ കേരളത്തിൽ വിദേശ സർവകലാശാല തുടങ്ങാം. യാതൊരു അംഗീകാരവും വേണ്ട. ആ തരത്തിലാണ് അതിൻ്റെ നിയമം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇവിടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ, അതായത് പൊതുവായിട്ടുള്ള ഇടങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയും അതുപോലെ സുതാര്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ ഈ പറയുന്ന തുല്യതയും കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ പഴുതാണത്, ഞാൻ നമ്മളെ ഒരു ഡിമാൻഡല്ല, ഈ പഴുത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവും എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇത് അല്ല, വിദേശ സർവകലാശാല എല്ലാം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളാണെന്ന് പറയാൻ സാധിക്കില്ല. വിദേശ സർവകലാശാലക്ക് അതിൻ്റെതായ പരിമിതിയുണ്ട്, അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മളിതിൽ കാണുന്നത് പോളിറ്റ് ബ്യൂറോ ഒന്നും വെറുതെ ആവശ്യമില്ലാണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോളിറ്റ് ബ്യൂറോ വേറെ എന്തോ തീരുമാനം എടുക്കാൻ പോവാണ്, പാർട്ടി സംസ്ഥാന സെൻറ്ററുകളെല്ലാം തീരുമാനിക്കുന്നത് വേറെ എന്തോ തീരുമാനിക്കുകയാണ്. അതിൻ്റെ അകത്ത് വലിയ ഒരു കുഴപ്പമില്ലാട്ടാ. പാർട്ടി പോളിറ്റ് ബ്യൂറോയും അതുപോലെ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും കേരളത്തിലെ പാർട്ടിയും ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ ബാലഗോപാൽ ഉൾപ്പെടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ള ചിന്തായിട്ട് നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ ഒന്നുകൂടി കേൾക്ക്, നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്നത്, CPIM മുദ്രാവാക്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടപ്പിലാക്കാനാവില്ല. ഇത് 1957 സഖാ EMS പറഞ്ഞതാണ്. EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ പരിമിതി എന്താണ്? ആ പരിമിതിയാണിത്. പാർട്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി. അതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, അന്നുമല്ല ഇന്നുമല്ല. അതാണ് അതിൻ്റെ പറഞ്ഞു തീർക്കട്ടെ, അതാണ് അതിൻ്റെ പരിമിതി. എന്നാൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആനുകൂല്യം ചെയ്തു കൊടുക്കാൻ കഴിയും, സേവനം നൽകാനാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് രണ്ടും ഡയലക്റ്റിക്കലായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ആ പരിമിതി എന്താണ് എന്ന് മനസ്സിലാവണം, സാധ്യത എന്താണെന്ന് മനസ്സിലാവണം.
ഇന്നത്തെ പരിസ്ഥിതിയിൽ അന്നത്തെക്കാളും വലിയ രീതിയിലുള്ള അപകടമാണ് ഈ സാമ്പത്തിക നിലപാടും അതിൻ്റെ വിദ്യാഭ്യാസ നിലപാടൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിനാണ് കേട്ടോ, പാർട്ടിക്കല്ല, ഗവൺമെൻറ്റിന് എന്ത് നിലപാട് സ്വീകരിക്കാനാകും എന്നുള്ള തുറന്ന ചർച്ച നടക്കട്ടെ. നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾക്കും അധ്യാപക സംഘടനാ പ്രതിനിധികൾക്കും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് താല്പര്യമുള്ള എല്ലാവരെയും. അല്ല, PB ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഇതിലില്ലാന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ. നിങ്ങളിപ്പോൾ ഒന്നുകൂടി പറഞ്ഞു കളയാം, ഇതും കൂടി പറയട്ടെ. പ്രതിനായകനായി വേറെ ആരെയോ സ്ഥാപിക്കുക അതിൽ നിങ്ങളിപ്പോൾ സ്ഥാപിക്കുന്നത് PB ആണ്. PBനെ സ്ഥാപിക്കുകയാണ്. നിങ്ങൾ PBനെ പ്രതിനായകനായിട്ടൊന്നും സ്ഥാപിക്കണ്ട. ഞങ്ങൾ പാർട്ടി എന്ന് പറയുന്നത് PB ആയാലും സെൻട്രൽ കമ്മിറ്റി ആയാലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആയാലും സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു വലിയ വൈരുദ്ധ്യാത്മകമായ നിലപാടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട. ഇല്ല. ഏത് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയത്? അതേ ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയുടെ നിലപാടതല്ല അതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ വലിയ മനസ്സിലാവുന്നില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? പാർട്ടിയും ഗവൺമെൻറ് ഒന്നല്ല എന്നല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാതെ പറഞ്ഞാൽ? അത്രയോ 2 പ്രാവശ്യമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. 2 പ്രാവശ്യം നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞു. ഗവൺമെൻറ്റും ഇനിയിപ്പോൾ മനസ്സിലായല്ലോ, ഗവൺമെൻറ്റും അതുപോലെ പാർട്ടിയും ഒന്നല്ല. ഗവൺമെൻറ്റിന് പാർട്ടി നിലപാടുകൾ മുഴുവൻ നടപ്പിലാക്കാനാവില്ല. അത് 57 തന്നെ സാധിച്ചിട്ടില്ല എന്ന് EMS പറഞ്ഞത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അതാണ് പരിമിതി. അതുകൊണ്ട് PBയെ സംബന്ധിച്ച് കൂട്ടുപിടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഈ BJP നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തിയായി പറഞ്ഞല്ലോ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നിങ്ങൾ ഏത് പത്ര ഏതാ മാധ്യമം? നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി പറയാം, കാരണം പറഞ്ഞില്ലെങ്കിൽ ഈ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതായത് ഈ നയം നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു അവതാരിക ഒരു ദിവസം എന്നോട് ചോദിച്ച കാര്യം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവതാരിക പറഞ്ഞു എന്നോട്, പിണറായി വിജയൻ്റെ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യവും ചർച്ചയിൽ പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യവും പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു പിണറായി വിജയൻ്റെ ഭരണകൂടമല്ല. അപ്പോൾ അവതാരികക്ക് ആകെ വിഷമായി. അല്ലേ? ഞാൻ പറഞ്ഞു അല്ല. പിന്നെ ആരതാ ചോദിച്ചു. ഉടനെ ഞാൻ മറുപടി പറഞ്ഞു നരേന്ദ്രമോദിൻ്റെ ആണെന്ന്. പറഞ്ഞ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? നരേന്ദ്രമോദിൻ്റെ ആണെന്ന്. ഇന്ത്യൻ ഭരണഘടനയും ഭരണകൂട സംവിധാനവും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ ന്യൂക്ലിയസ് എന്താ? സ്വകാര്യ മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് വലിയ സാധ്യത ഉള്ളതാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 0.5 ലക്ഷം കോടിയായിരുന്നു. ആരുടെ മൂലധനം? ആർക്കറിയാം? ആരുടെ മൂലധനമായിരുന്നു? അദാനിയുടെ മൂലധനം 0.5 ലക്ഷം കോടി. ഇപ്പോഴത് 8.11 ലക്ഷം കോടിയായിരുന്നു. നിങ്ങളുടെ ഔദ്യോഗിക കണക്കാണ്. അതിൻ്റെ അർത്ഥം ഒരു ദിവസം 1600 കോടി ഉറുപ്പിക അറ്റാദായം കിട്ടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയാണ് അദാനി. അതാ നിങ്ങളുടെ നിലപാട്, അതാണ് വർഗപരമായ കാഴ്ചപ്പാട്. തുല്യത എന്നല്ല നിങ്ങൾ പറയും. ഞാൻ ജനായതുകൊണ്ട് പറയുക. തുല്യത എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമനും മുസ്തഫക്കും ജോസഫിനും അദാനിക്കും നല്ല തുല്യതയാണ്. 1600 ക്ലാസ്സും കിട്ടില്ല. അതാണ് 1600 കോടി ഒരു ദിവസം. ആ വർഗ താല്പര്യം സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് കേക്ക് പിന്നെ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. അതിൻ്റെ ഭാഗമാണ് കേരളം. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു റിപ്പബ്ലിക്കാണ്, ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്ന് തിരിധാരണ വേണ്ട. നരേന്ദ്രമോദിയുടെ കുത്തക മുതലാളിത്വത്തിൻ്റെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണ് കേരളം. അതാണ് അമർത്യാസൻ പറഞ്ഞത്. അതും കൂടി കേട്ടോ. അതുകൊണ്ടാണ് അമർത്യാസൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ കേരള വികസന മാതൃക, കേരള മോഡൽ എന്ത് എന്ന് ലോകം പഠിക്കണമെന്ന് അമർത്യാസൻ പറഞ്ഞത് ഈ പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. ഈ ഗവൺമെൻറ് CPIMൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണ്, അല്ലെ പിണറായി വിജയൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട. ഭരണകൂടത്തിലെ 4ൽ 1 മാത്രമാണ് ലെജിസ്ലേച്ചർ. അത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞതാണ്. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, 4th എസ്റ്റേറ്റ് 3 പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ 4ാമത്തത് നിങ്ങൾ നല്ല കുടിച്ചാണ് 4th എസ്റ്റേറ്റ്. അതിന് മാറ്റം വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രമാണ്. ലെജിസ്ലേച്ചറിൽ മാറ്റം വന്നാൽ മൗലികമായ മാറ്റം ഉണ്ടാവില്ല എന്ന് ജനവും പഠിക്കുന്നതല്ലേ. പറഞ്ഞു
ആയി 5 മാസമായി. അല്ല അതെ, കൊടുക്കാൻ സാധിക്കുന്നതിന് പരമാവധി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, അത് അവർ തീരുമാനിക്കട്ടെ, ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. അത് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. അത് ആര് പറഞ്ഞ്? ഞാൻ പറയണ്ടേ, വെറുതെ പറഞ്ഞു. ആര് പറഞ്ഞ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ല, പെൻഷൻ കൊടുക്കണം എന്നുള്ളതല്ലേ നമ്മുടെ ആഗ്രഹം. അത് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ബാലഗോപാലിനും ഗവൺമെൻറ്റിനല്ലേ മനസ്സിലാക്കാൻ സാധിക്കുക. അവർ നമ്മുടെ അഭിപ്രായം കൊടുക്കണം. ഞങ്ങൾ എപ്പോഴും കൊടുക്കണമെന്ന് മാത്രമല്ല, എന്തെല്ലാം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് 1600 ഇപ്പോൾ ഉള്ളൂ. 1600 എന്നുള്ളത് 2500 രൂപ ആക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ 13 ഇനങ്ങൾ വില വർദ്ധിപ്പിക്കാതെ സബ്സിഡി നൽകിക്കൊണ്ട് നല്ലപോലെ പൊതുവിതരണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 64,000 കോടി രൂപ കേന്ദ്രം തരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഊന്നൽ നൽകുന്ന കേന്ദ്രത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതെങ്ങനെ ഏതെല്ലാം രീതിയിൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം നോക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 2 മാസം കൊടുക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചാൽ ഗവൺമെൻറ് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നില്ല അങ്ങനെ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഭരിക്കുന്ന സമയത്തും ഭരണമില്ലാത്ത സമയത്തെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ഇതെല്ലാം വേർതിരിക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖരായ മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾക്കിത് വേർതിരിക്കാനാവുന്നില്ല. ആ വേർതിരിവ് ഇല്ലാതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോ ചോദ്യവും ആ ചോദ്യത്തിൻ്റെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഞങ്ങൾക്കതിൽ കൺഫ്യൂഷനൊന്നുമില്ല. ഇല്ല എതിർപ്പെന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്കും ഒരു എതിർപ്പ്. നല്ല യോജിപ്പല്ലേ. അതല്ലേ ഇപ്പം നമ്മൾ തീരുമാനിച്ചു. ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് പ്രത്യേകമായിട്ട് യോഗം ചേർന്ന് എത്ര സീറ്റുകളിലൊക്കെ ആരൊക്കെ മത്സരിക്കണം എന്നൊക്കെ ഏകണ്ടായി തീരുമാനിച്ചു. ഇല്ല എതിർപ്പൊന്നുമില്ല. അല്ല അതായിട്ടില്ല. സ്ഥാനാർത്ഥി ആവണമെങ്കിൽ കുറച്ചും കൂടി സമയം പിടിക്കും. ഈ മാസം അവസാനം ആകുമ്പോഴേക്കേ ആവുള്ളൂ. മനോഹരമായിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ക്രിസ്മസിൻ്റെ വിരുന്നിനെ എന്തുകൊണ്ട് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു? ആ സംസ്കാരം ഇനി എവിടെയാ പോയേ? അതിലൊന്നും അവസരവാദമാണെന്നും ഓരോന്ന് പറയുന്നത് ഇവർ പറഞ്ഞ പോലെയാണ്. അന്ന് പ്രതിരോധിക്കാൻ പ്രയാസപ്പെടുമ്പോൾ എന്തെങ്കിലും പറയാണ്. അതും പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടാവും സംസാരിക്കും. ഞാനിവിടുത്തെ ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് പ്രസംഗിക്കോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നല്ല യോജിപ്പിലാണ്. എങ്ങനെ? അത് കേസ് നടക്കല്ലേ? കേസ് നടക്കും. അതിനിടയ്ക്ക് കൊടുക്കുന്ന എല്ലാ അർജികളും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ കാര്യം? പിണറായിക്കെതിരായിട്ട് കൊടുത്ത കേസിൻ്റെയും കാര്യം അത് തന്നെയാണ്. ഇത് ഞങ്ങളിതിൻ്റെ ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് തന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ വയ്ക്കുമ്പോൾ ആദ്യം ഒന്നുകൂടി ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ആകെ ഈ PC ജോർജിൻ്റെ മോൻ BJP ചേർന്നതാണ് ആകെ ഉണ്ടായിരുന്ന ഒരു പുതിയ വാർത്ത. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് BJPയുടെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു, അത്രയേ ഉള്ളൂ. വീട്ടു വന്നു. അപ്പോൾ UDFൻ്റെ ഒരു ഐക്യം അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മധ്യപ്രദേശ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള കമൽനാഥ് എടുത്തിട്ടുള്ള നിലപാടുണ്ട്. അത് RSSനേക്കാളും അപ്പുറത്തുള്ള നിലപാടായിരുന്നു. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായി പ്രതിനിധീകരിക്കാനാവാത്ത സമീപനമാണ് യഥാർത്ഥത്തിൽ കമൽനാഥ് ഉൾപ്പെടെ എടുത്തത്. ഒരാളും വേണ്ട ഞങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുമെന്നും, എന്നിട്ട് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ RSSൻ്റെ അതേ നിലപാട് തന്നെ കമൽനാഥ് എടുക്കുക ചെയ്തത്. ആ കമൽനാഥ് ഇപ്പോൾ BJPയിലേക്ക് ചേക്കാറാൻ പോകുന്നു എന്നാണ് കണ്ടത്. മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മതനിരപേക്ഷ ഉള്ളടക്കത്തെക്കാളും അപ്പുറം മൃദു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, യഥാർത്ഥ വർഗീയ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ കമൽനാഥ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ ഈ അപകടം കോൺഗ്രസിന് തന്നെയാണ് വരുന്നത്. വ്യക്തതയോടുകൂടി മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ BJPയുടെ മുമ്പിൽ നിൽക്കാനാവില്ല എന്നാണിപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കമൽനാഥിൻ്റെ അവസാനത്തെ ഉദാഹരണത്തോടുകൂടി
ഇന്ത്യക്ക് വ്യക്തമാകുന്നത്. അത് കോൺഗ്രസിൻ്റെ സ്ഥിതി ഇതേപോലെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കർണാടകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അവർ കേരളത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആരെയും ക്ഷണിക്കാൻ പാടില്ല, എത്ര വലിയ സമരമാകുമായിരുന്നു അത്. ഇപ്പോൾ സഖാവ് പിണറായി വിജയനെ ഉൾപ്പെടെ ക്ഷണിച്ചിരുന്നെങ്കിൽ പിണറായി വിജയനെ ഉൾപ്പെടെ പോകില്ലേ? എല്ലാ കോൺഗ്രസ് ഈ പറയുന്ന BJP എതിര ഗവൺമെൻറ്റുകളുടെയും പ്രതിനിധികൾ പോകില്ലേ? അവിടെ നേതാക്കന്മാർക്കെല്ലാം പ്രസംഗിക്കാൻ പറ്റുമല്ലോ. പക്ഷേ എട്ടാം നടക്കാൻ പോകുന്ന കേരളത്തിൻ്റെ സമരത്തോടൊപ്പം അന്നേരം കോൺഗ്രസിന് നിൽക്കേണ്ടി വരും. അത് പറ്റില്ല കേരളത്തിൽ എന്നുള്ളതുകൊണ്ടാണ് ഇവർ തന്നെ മുൻകൈ എടുത്തിട്ട്, KC വേണുഗോപാൽ ഉൾപ്പെടെയാണല്ലോ മുൻകൈ എടുത്തിട്ട്, ആരും പോകണ്ട, ആരും ക്ഷണിക്കുകയും വേണ്ട, എത്ര വലിയ സമരമാവേണ്ടതാണ്. ആ സമരം ദുർബലപ്പെട്ടു പോയില്ലേ? ആ ദുർബലപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത തെറ്റായ നിലപാടാണെന്നാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. അല്ലോ നിർണയം ആയില്ലല്ലോ. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ലേ നമ്മൾ അതെല്ലാം പറയാൻ പറ്റും. അല്ല, വനിതാ സർക്കിൾ ഉണ്ടാവും. അതൊക്കെ ചർച്ച ചെയ്ത് ഇനി അവസാനം പറയുമല്ലോ. ഇത് അത്ര ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഒരു 10-15 ദിവസം കൊണ്ട് മുഴുവൻ തീരുമാനമാണ്. വനിതകൾ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമുണ്ട്. വനിതകൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.